ഭിന്നശേഷിക്കാരുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത ജിലുവിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നവകേരള സദസ്സിൻ്റെ ഭാഗമായി സ്വന്തമായി കൈകളില്ലാതെ വാഹനമോടിക്കുന്നതിന് ഡ്രൈവിംഗ് ലൈസൻസ് മന്ത്രിയിൽ നിന്ന് തന്നെ കൈപ്പറ്റിയ ആളാണ് അല്ലേ? അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഈ ഭിന്നശേഷിക്കാരുമായുള്ള മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന നിങ്ങൾക്ക് മാത്രമായി നടക്കുന്ന ഒരു സംവാദ പരിപാടി? എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ എക്സ്പീരിയൻസ്? തീർച്ചയായിട്ടും വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. കാരണം ഭിന്നശേഷി സൗഹൃദ കേരളം, നവകേരള കാഴ്ചപ്പാടുകൾ എന്നിട്ട് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി ഒരുപാട് ആൾക്കാർക്ക് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും എന്തൊക്കെയാണെന്നുള്ളത് നേരിട്ട് മുഖ്യമന്ത്രിയോട് അറിയിക്കാൻ പറ്റി. അത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ്. ഇനിയും ഇങ്ങനത്തെ പ്രോഗ്രാംസ് വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഇതിലൂടെ ഒരുപാട് നല്ല വികസനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ബാക്കി വന്നവരൊക്കെ ഇവരുടെ പല പല ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയുമായി പറഞ്ഞല്ലോ. പോസിറ്റീവായും ആയിരുന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി? വരും കാലങ്ങളിൽ ഈ സാധാരണക്കാരനെ പോലെ തന്നെ നിങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ പ്രതികരണം തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ളത് തന്നെയായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ നമ്മളിങ്ങനെ ഒരു ഇത് വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരുമാണ് മാറേണ്ടത്. ഓരോ വ്യക്തികളും മാറണം. ഇപ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികളോടുള്ള സമീപനം മാറണം. അപ്പോൾ ഓരോരുത്തരും അതിന് തയ്യാറായെങ്കിൽ മാത്രമേ മൊത്തത്തിലൊരു മാറ്റം സൃഷ്ടിക്കാൻ പറ്റത്തുള്ളൂ. ബെറ്ററാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ജിലുവിനെ പോലുള്ളവർ ഈ മറ്റ് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് മാതൃക തീർത്തുകൊണ്ടാണ് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇറങ്ങുന്നത്. സ്വന്തമായി ഡ്രൈവിംഗ് പഠിക്കുന്നു, ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ സർക്കാരിൽ നിന്ന് വാങ്ങുന്നു. അങ്ങനെ ഇവർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ ആണ് ഇവരുടെയൊക്കെ ജീവിതം. അത്തരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയും കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇവർക്ക് മുന്നോട്ട് പോകാൻ സമൂഹം ഒരുമിച്ച് അവരുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. ഒപ്പം ഇവരുടെ മാനസികാവസ്ഥയിലും അതേ രീതിയിൽ നമ്മൾ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്, മറ്റുള്ളവർക്ക് ഒപ്പമാണ് എന്ന തിരിച്ചറിവ്, ആ ബോധം ഉണ്ടാവുകയും ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത്.